നിർത്താൻ ഭാരത ജോഡോ യാത്രയിലൂടെ കഴിഞ്ഞു. ഭാരത ജോഡോ യാത്രയിലൂടെ രാഹുൽ ഗാന്ധി തൻ്റെ നേതൃത്വത്തെ തെളിയിച്ചു. രാഹുൽ ഗാന്ധി രാഷ്ട്രീയ ഭാരതത്തിൻ്റെ വിസ്മയമാണ്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടത്തുവോ എന്ന് സംശയിച്ചവർ, പുച്ഛിച്ചവർ, ഭയപ്പെട്ടവർ, അങ്ങനെ എല്ലാവരും വിസ്മയിച്ചു. സ്നേഹം വാരി വിതറി ആ യാത്ര പൂർത്തീകരിച്ചു. ആധുനിക രാഷ്ട്രീയ തന്ത്രങ്ങളുടെ കാലത്ത് സത്യസന്ധനായ ഒരു കർമ്മയോഗി രാഹുൽ ഗാന്ധി തനിച്ചല്ല, ഭാരതം അങ്ങയെ തിരിച്ചറിഞ്ഞു. ഓരോ കൈയും കൂടെയുണ്ട്. മഹത്തായ ഭരണഘടന ധാരാളം വെല്ലുവിളികളെ ഇന്ന് നേരിടുന്നു. ജനാധിപത്യവും മതേതരത്വവും ഐക്യവും ചോദ്യപ്പെട്ടു കഴിഞ്ഞു. ഒരു ജനതയുടെ തന്നെ ഹൃദയസ്പന്ദനം ശ്രീമാൻ ഉമ്മൻചാണ്ടി, ഒരു നാടിൻ്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞ ജനനായകൻ, അതിവേഗം ബഹുദൂരം സഞ്ചരിച്ച നേതാവ്, പുതുപ്പള്ളിയുടെ പ്രിയപുത്രൻ, സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കിയ മകൻ. ചാണ്ടി ഉമ്മൻ്റെ വിജയം കോൺഗ്രസിന് വളരെ അഭിമാനകരമാണ്. കോൺഗ്രസിന് നാട്ടില് അടുത്ത വർഷം മിക്കവാറും ഏപ്രിൽ 2024 ഒരു വലിയ ഇലക്ഷൻ നേരിടാൻ പോവുകയാണ്. പാർലമെന്റ് ഇലക്ഷൻ 2019 പാർലമെന്റ് ഇലക്ഷൻ നടന്നത്. അന്ന് ഓർമ്മിക്കുകയാണെങ്കിൽ ഞാൻ 10 ദിവസത്തേക്ക് ഈ ഇലക്ഷന് വേണ്ടി മാത്രം നാട്ടിൽ പോയി. ഫേസ്ബുക്കിലൂടെ ഞാൻ ഇപ്പോഴത്തെ MP-യുടെ നാടോടിപ്പാട്ടും ആ പ്രസംഗവും എല്ലാം കേട്ട് ഈ കൊച്ചുമിടുക്കിയെ കാണാൻ ഞാൻ ആലത്തൂര് രാത്രിയിൽ 9 മണിക്ക് ഈ MP-യുടെ വണ്ടിയുടെ പുറകെ ഓടുകയായിരുന്നു എൻ്റെ വണ്ടി. അങ്ങനെ 9:30 മണിക്ക് MP-യെ കാണാൻ സാധിച്ചു. എൻ്റെ കൂടെ വേറൊരു ചിക്കാഗോയിൽ നിന്നുള്ള പോൾ പറമ്പിയും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇനി അടുത്ത വർഷം 2024 ഇനിയും MP ആ ഇലക്ഷൻ ഫേസ് ചെയ്യുവാണ്. അതിനുള്ള എല്ലാ വിജയാശംസകളും അഭിവാദങ്ങളും ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ നാമത്തിൽ നേർന്നു. KSUവിലൂടെ പ്രവർത്തനം തുടങ്ങിയ ശേഷം ഗാന്ധിയൻ സംഘടനയായ ഏകതാ പരിഷത്തിൻ്റെ മുഖ്യ പ്രവർത്തകയായി, യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കോർഡിനേറ്റർ, 2015 കുന്നമംഗലം ബ്ലോക്ക് പ്രസിഡന്റ്, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ 6 വർഷം മുമ്പ് ഡൽഹിയിൽ നടന്ന ടാലന്റ് ഹണ്ടിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. നമ്മുടെ MP-യെ കുറിച്ച് പറയുവാണെങ്കിൽ വാക്ചാതുര്യം കൊണ്ടും നാടോടിപ്പാട്ട് കൊണ്ടും ജനഹൃദയങ്ങളെ പിടിച്ചു പറ്റിയ ഒരു യുവ കലാകാരിയാണ്. MP ഒരു സർവകലാവല്ലഭയാണ്. MP-ക്ക് ആയുസ്സും ആരോഗ്യവും നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് കേരള ചാപ്റ്ററിനെ കുറിച്ച് പറയുവാണെങ്കിൽ 11 യൂണിറ്റുകളുണ്ട്. ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ കേരള ചാപ്റ്ററാണ്. ന്യൂയോർക്കിൻ്റെ പ്രസിഡന്റ് ഗീവർഗീസ് എബ്രഹാം, പെൻസിൽവേനിയ ചാപ്റ്ററിൻ്റെ പ്രസിഡന്റ് സാബൂസ് കറിയ, പ്ലീസ് സ്റ്റാൻഡ്. സാബൂസ് കറിയയെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെയധികം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് ഇത്രയും ദൂരം എനിക്കറിയത്തില്ല, 3 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഒരു വണ്ടി നിറയെ ആളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ സാം പെട്രോളയുടെ അധ്യക്ഷതയിൽ വളരെ ഭംഗിയായിട്ട് ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ചു. പെൻസിൽവേനിയ ചാപ്റ്ററിന് എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ അർപ്പിക്കുന്നു. ഇവിടെ IOC-യുടെ കുറച്ചുപേരെയൊക്കെ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഷണൽ
Vice President John Joseph ഉണ്ട്. Please stand up, John Joseph. IOC USA National Women's Forum Chairperson Shoshame Andrews. New York Women's Forum Usha George. Board of Trustee Vice Chairman Vinod KRK. National Vice President Jose Chalimur. Kerala Chapter Secretary Monsi Varghese. Kerala Chapter Secretary Sam Mallikarot. ഇത്രയും പേരാണ് ഇവിടെയുള്ള IOC ഇവിടെ പ്രസിഡന്റ് ആയിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ വൈകിയ വേളയിലും നിങ്ങളെല്ലാവരും വന്ന് ഇതിനെ സഹകരിച്ചതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ IOCയുടെ ഭാഷയിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കി. Thank you, Leela Maret. She has been an inspiration to all of us. ഒരു പ്രത്യേക പ്രവർത്തന ശൈലിയുടെ ഉടമയാണ് ലീല മാരറ്റ്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചെന്നു കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊന്നു കൊണ്ടുവരുന്ന ഒരു സ്വഭാവവിശേഷമുള്ള ആളാണ്. എന്തെങ്കിലും കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നടത്തിയിട്ട് പിന്മാറുകയുള്ളൂ. താങ്ക് യു ഫോർ ലീഡിംഗ് us. May I call upon the IOC National Vice Chairman George Abraham to give some wise words about the politics and the happiness around here. IOC Kerala Chapter President Leela Maret, Honorable Member of Parliament from Haratur, Srimati Remya Haridas, I am Indian Overseas Congress President Mohinder Singh Dilsia, and Mr. Pothanika, distinguished guests, ladies and gentlemen. It is again a privilege to be here addressing all of you, as we normally do, occasionally come together and celebrate various days which are significant to the Congress Party. And of course, we also do come together to give grand welcome to some of our leaders. So this is indeed, of course, one of those days where we want to pay tribute to Ms. Remya Haridas, because she, to me, the way she works in the political dynamics in Kerala is quite unconventional. She's uniquely talented, somebody who really even approaches her campaigning with a different style. There's nothing wrong to say that she is definitely a breath of fresh air. And also she represents the vibrant youth of India. As we know, 35% of the population, 50% of the population are under 35 in India. And obviously, it is really their talent to come to the forefront and continue the work which the Congress Party leaders have been doing for generations. And she has made her mark also even before she became the Member of Parliament. I have seen her work through the video clips and so forth, helping the people in need, and helping those who are downtrodden so that they really get some relief from various authorities. And that is a track record, along with her skill set and abilities, that definitely attracted Rahulji, as I understand, proposed her to be a candidate from the parliament seat in Haratur. And we are truly happy about that. And today, we are indeed happy that you are here with us and spending some time, and many of us here who are eager to listen to you. And we know what is happening in India. In Kerala in particular, Kerala is right now ruled by one of the
most corrupt chief ministers Kerala has ever seen. And in India, we have a prime minister who really don't give a whole lot of credence to the constitution of India. But when you look at them, they sometimes work in tandem. It looks like for both of them, their objective is Congress Mukta Bharat. So, but CPM doesn't realize that once Congress is eliminated, their chief rival will be BJP, and they will be overwhelmed as they have seen themselves in Bengal and Tripura and other places. So, what is our role here? Many people ask, why you have overseas Congress here? For the information of Ms. Haridas, Overseas Congress was founded about 25 years ago. The reason it was founded is to be supportive to the party which has given us independence. It has given us freedom, it has given us liberty, and it has given us a framework for democracy. So we always felt that NRIs have a very important role to play in helping our nation. It's not only just through technological and scientific transfers, but also through exchanging our philosophical ideas, our commitment to a Nehruvian ideology, which definitely has transformed India in our lifetime. So, what we have in front of us is a regime in Delhi which is authoritarian. They do not like freedom of speech. They would like to investigate people who criticize them. We have the same situation in Kerala. We have a regime there which does the same thing. They don't really like criticism. They cannot take it. They also use their investigating agencies to shut down any criticism. So, Congress party in Kerala has a huge challenge ahead of them. But as we have seen the recent election, Congress is of course there is a resurgence of Congress party, and we truly hope that it will continue. So, I want to conclude by saying that we shouldn't shy away from speaking out about especially defending the very democratic ideas we have enjoyed till today. Some people ask me, are we truly independent? I think it's a very relevant question. Whose independence we are talking about? How about those 60,000 people who are living today in those refugee camps in Manipur? Are they independent? Well, let me tell you, India can be truly independent only when we alleviate the poverty altogether from India. India can be independent only when the women of India can walk freely in the street without fear. India can be truly independent only when we can speak freely without fear of retribution. Let me also say, it is particularly relevant for the Indians who are living abroad. The OCI card has become our Achilles heel. We are afraid that if we speak out, our card will be cancelled. So that's the type of fear we really have to get rid of. So we will only be truly independent if we really are unafraid to say that, look, I could eat whatever I please to eat, or I could speak wherever I want to speak, or I could worship any God I prefer to worship. So that is the objective I think we should have. That is the objective to which we should help our party to go forward and recapture the Nehruvian vision, recapture their ideals, so that we not only can live a life of freedom in this country, but also we can enjoy seeing that freedom being enjoyed by our brothers and sisters back in India. Once again, I want to thank you for this time. Once again, I want to thank Ms. Remya Haridas for being here, and we truly appreciate your presence here. I want to say two more things. One is that Leela Maret, as a president of Kerala chapter, has doing a
She's been doing a stupendous job. She works almost 24 hours, I would say, dealing with issues and meeting people, talking to people, and encouraging people to be part of this great endeavor. The same way, Mohinder Singh Giljian, you heard that he presided over a great reception for Rahulji when he came to the United States, attended by almost 5,000 people in the Javits Center. So we definitely are making inroads. So don't be discouraged, but join us and we together let us really promote freedom, liberty, and independence for every segments, and also for equal justice to every citizens and brothers and sisters in India. Thank you very much. Thank you, Mr. George Abraham. We are proud to say that he was instrumental to start the IOC, Indian Overseas Congress in the United States. Thank you for your words. May I call upon the President of the Indian Overseas Congress, USA, Mr. Mohinder Singh Giljian. Thank you. Before I start, I want to mention one special thing. When I know our member of parliament here, so I called my Kerala chapter president. I say, meanwhile she is here, why do we not do buy one get one free? And buy one get one free. And she said, when they tell me what is this, so I can mention here what we did. And Honorable Member of Parliament Remya Haridas and ladies and gentlemen, today we gather here to celebrate a remarkable milestone, the first anniversary of the Bharat Jodo Yatra, which was completed yesterday. This journey, spanning more than 4,000 kilometers, has taken us through the heart and soul of India, covering 12 states and 2 union territories. The aim of this yatra is to unite India, to come together and strengthen our nation. Bharat Jodo Yatra also provided an opportunity to listen to the voice of India. We have heard the hope, dream, and concern of our fellow citizens. The Bharat Jodo Yatra is not just about covering kilometers on a map. It is about bridging distance in our hearts. Bharat Jodo Yatra is not just a physical journey. It is a journey of the spirit. It is a journey that celebrates the idea of Ek Bharat, Shresth Bharat. One India, the best India. One India, the best India. And I'm very happy we are sitting in the stage with our young leader. Remya Haridas, Member of Parliament and social worker from the Kerala. She is the only female Member of Parliament elected from the state of Kerala in 2019 election. Remya ji began her political career in 2011 when she was shortlisted in Talent Hunt program conducted by Indian National Congress. She received personal mentorship from our future Prime Minister of Rahul Gandhi. She was serving as block Panchayat President when her candidature was announced. She is the only Lok Sabha candidate from Kerala, handpicked by our future Prime Minister Rahul Gandhi. And she won the Lok Sabha election with more than 158,000 votes.
We salute you, Remya. And this is my written statement. Now I want to say something from my heart. As Georgie mentioned, I'm national president. And Remya, I spent 6 days with the future Prime Minister of India, Shri Rahul Gandhi. 6 breakfast, 6 lunch, and 6 dinner. I met him before a few times. But I didn't know him too much. But now when I spend almost a week with him, so I know everything. He's not a regular person. I'm telling you, you are very lucky you are member of parliament with him. He's a great person. He's like, in Punjabi, we call it Sant. I don't know what you call it in the south. Sant means very, very good friend to God. He's a good friend to our God. He's a son. Unbelievable person. Last day, when I see off to the JFK airport with Georgie also with it, so until I have no word to say. When he hugged me, Mr. Rahulji, so I don't believe it. He's a great person. So we want to see him in next few months, we want to see him as Prime Minister of India. So we need your support. We need your support because what happened this morning, Remya, when we see the result, especially 2 results, one from Kerala, one all the way from UP. One from Kerala, our Chief Minister's son, young fellow, Chandio, he won almost 50,000 votes. And also same thing happened in UP. Our India Alliance, Samajwadi Party, MLA won also almost 50,000 votes. So we are in good hand. So 2024 for us. 2024 for us. So we will make change. Definitely we will make change. And we need a more young leader like her. See, unbelievable. When I see the history, when I go to Google, when I see the history from Remya ji, it's unbelievable. Only Rahul can do it. Nobody else. So we please, as Georgie mentioned, we need your support. We are not too many people here today, but if everybody who are sitting in this stage, if you bring 10 more people, we are big team. So we need your support from always I mention 3 things: time, money, and membership. But this time I don't mention anything. No money, no membership, only time. We need a time from you, and we need your time for 2024. Thank you, Leela ji, thank you, Georgie, and thank you all entire team from Kerala chapter. God bless you. Thank you. Thank you, Mr. Singh. May I call upon the IOC USA Women's Forum President Shoshama Andrews to introduce the MP formally. MBയെ കുറിച്ച് പറയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടെന്നറിയാം. എനിക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നുന്നുണ്ട്. സമയം കുറവായതുകൊണ്ട് പറയാത്തതാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു സംഗീതം ഉള്ളിൽ അലയടിക്കും. Hello everyone. How is everybody doing this time? Good evening everyone. Good evening. Please speak louder. Good evening. Good evening. I know it's too hard, but our Iron Lady, Ms.Leela Maret is with us, our President. Our Chancellor, Mr. George Thomas, our President, Mohinder Singh. It's my privilege and honor to introduce our
Ms. Remya Haridas. By this time, you all know who she is. An elaborated introduction is not needed. But I would like to say a few words about her before welcome to speak to all. Honorable Ms. Remya Haridas is an Indian politician and a social worker who is serving as a member of Parliament from Alathur, Kerala, since May 2019. She is a member of National Congress Party in the state of Kerala and the daughter of All India Mahila Congress worker Mrs. Radha. That's her mother. Remya is the only female parliamentarian to be elected from the state of Kerala in the election of 2019. She is also the second ever Dalit woman MP to have been elected from Kerala. She is the 9th woman Lok Sabha MP from Kerala. Remya began her political career in 2011. She was the member of Student Union and later joined the Youth Congress. She is a singer and also a fashion designer. Please welcome all our own Honorable MP Ms. Remya Haridas to address the meeting. I salute you. So you can come. എല്ലാവർക്കും നമസ്കാരം. ഏറെ പ്രിയങ്കരിയായിരിക്കുന്ന ഈ യോഗത്തിൻ്റെ അധ്യക്ഷ ലീല മാഡം, അതേപോലെ തന്നെ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ജോസ മുഹീന്ദർജി, അതേപോലെ തന്നെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം. വലിയൊരു സുദീർഘമായിരിക്കുന്ന ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല, കാരണം ഞങ്ങൾ ഒത്തിരി നേരമായി ഈ പ്രോഗ്രാമിന് വേണ്ടി എത്തിച്ചേർന്നിട്ട്. ഞാൻ അത്ര വലിയൊരു പ്രാസംഗികയല്ലാത്തതുകൊണ്ട് എനിക്ക് പ്രസംഗിക്കാൻ ഒട്ടും അറിയത്തുമില്ല, അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. നമ്മളെല്ലാം ഒരേ പാതയിൽ ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരും ഒരേ കാഴ്ചപ്പാടും ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിന് ഈ രാജ്യത്ത് നിന്ന് പോലും ഞങ്ങൾക്കൊക്കെ വേണ്ടി, ഇന്ത്യയിലെ കോൺഗ്രസ്സിന് വേണ്ടി, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ എത്രയോ കാലങ്ങളായി നാട്ടിൽ നിന്നും മാറി പഠനം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു ജോലി, കുടുംബം ഒന്ന് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി വീട്ടിലെ ചിലപ്പോൾ പ്രാരാബ്ധങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ മിക്കവരും ഇവിടേക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടോ ജോലിക്ക് വേണ്ടിയിട്ടോ ഒക്കെ കടന്നു വരുന്ന സമയത്ത് കുറച്ചു കാലം കഴിയുമ്പോൾ തിരിച്ച് നാട്ടിൽ പോകണമെന്ന് ആഗ്രഹിച്ചു വരുന്നു. പക്ഷെ വന്നതിന് ശേഷം പിന്നീട് ജീവിതം ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇവിടെ താമസിച്ച് കുടുംബവുമായിട്ട് കഴിയുമ്പോഴും ഇന്ത്യയെക്കുറിച്ചും കേരളത്തിനെക്കുറിച്ചും പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചും കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും സ്വന്തം നാട് അല്ലേ, അത് ഇനിയിപ്പം പത്തനംതിട്ടയാണെങ്കിലും കോട്ടയമാണെങ്കിലും എറണാകുളമാണെങ്കിലും കേരളത്തിലെ ഏത് ജില്ലയിലാണെങ്കിലും ആ തങ്ങൾ ജനിച്ച് വളർന്ന ആ നാട്ടിലെ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ പോലും ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി കൊടുക്കുക. അതിനിടയിൽ നിങ്ങൾ ഓരോ സപ്പോർട്ടും, അത് തെരഞ്ഞെടുപ്പ് വരുന്ന ഓരോ ഘട്ടങ്ങളിലും നിങ്ങളുടെയൊക്കെ സഹായം പാർട്ടിക്ക് എന്നും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ലീലേച്ചി പറഞ്ഞ പോലെ
കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത എന്നെ തരും, അല്ലെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങൾ എന്നെ നേരിട്ട് അറിഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങളെല്ലാവരും കൂടി ചേർന്നെടുത്ത നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നൊരു വിഹിതം ഞങ്ങളുടെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പാർട്ടിക്ക് നൽകുകയും അത് എത്തിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തി ആൻറ്റിയൊക്കെ അവിടെ വന്ന്, എനിക്ക് തോന്നുന്നു ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും തിരക്ക് പിടിച്ച സമയം, ഫിനിഷിങ് ലാസ്റ്റ് ടൈമിലാണ് അല്ലേ എത്തിയിരിക്കുന്നത്. ലാസ്റ്റ് നിമിഷം എത്തി എൻ്റെയൊക്കെ പുറകെ എത്രയോ, എനിക്ക് തോന്നുന്നു 1 മണിക്കൂറോളം പുറകെ ഓടിയിട്ടാണ് നമ്മളെടുത്ത് എത്താൻ കഴിയുന്നത്. പക്ഷെ ആ വരുന്ന ഒരു വരവ്, നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഞങ്ങളിൽ എത്തിക്കുക, ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം പകരുക. ഇവിടെയാണെങ്കിലും കോൺഗ്രസിനോടൊപ്പം ഉണ്ട്, രാജ്യത്തിനോടൊപ്പം ഉണ്ട്. രാജ്യം നന്നാകണം, ആ രാജ്യത്തിനെ ഉറ്റുനോക്കിക്കൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ കാണിച്ച നിങ്ങളുടെ ഓരോ മനസ്സിനും കുടുംബത്തിനും ഹൃദയം തുറന്ന നന്ദി കൂടി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന. ഒരുപക്ഷെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മൂമ്മ ഒരു നല്ല വിശ്വാസിയാണ്. സന്ധ്യയ്ക്ക് നാമം ജപിക്കണം, അമ്മൂമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമാണ് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത്. അത് നാമം ജപിക്കുന്ന സമയം തന്നെ അമ്മൂമ്മ പറയും, അടുത്ത വീട്ടിലെ ആയുഷ്കാർക്ക് നിസ്കരിക്കാൻ പോകുന്ന സമയമാണ്, ബഹളം വയ്ക്കരുത്. അടുത്ത വീട്ടിലെ അന്നാമ്മച്ചേടത്ത് സന്ധ്യയ്ക്ക് കുരിശു വരയ്ക്കാൻ പോകുന്ന സമയമാണ്, ബഹളം വയ്ക്കരുത്. അമ്മൂമ്മ പറയും, ഒരു നല്ല വിശ്വാസിക്ക് ഒരു നല്ല പൊതുപ്രവർത്തകയാകാൻ സാധിക്കും. മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കുവാനും ചേർത്ത് നിർത്തുവാനും കഴിയണമെങ്കിൽ നമ്മളൊരു വിശ്വാസിയായിരിക്കുമ്പോൾ അത് നമുക്കറിയാൻ സാധിക്കും. തെറ്റിലേക്ക് പോകാതെ നേരിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിക്കാൻ പ്രാപ്തരാക്കുന്നതിനും ശക്തി നൽകുന്നതിനും അത് ഉപകരിക്കും എന്ന് പറഞ്ഞ് പഠിപ്പിച്ച അമ്മ. ആ കുട്ടിക്കാലത്ത് മതേതരത്വം എങ്ങനെയാകണം, മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാകണമെന്ന് ആ സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്ന സമയത്ത് പറഞ്ഞ് പഠിപ്പിക്കാതെ പറയാതെ പറഞ്ഞു തരികയാണ്. എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ ചേർത്ത് നിർത്തേണ്ടത്, എങ്ങനെയായിരിക്കണം ഒരു പൊതുപ്രവർത്തകയാകേണ്ടത്. അത് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയം അമ്മൂമ്മ പറയുന്ന ഓരോ കഥകളിലും എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇന്ദിരാഗാന്ധിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ ചിന്തിച്ചു, 4ാം ക്ലാസ് വരെ പഠിച്ച എൻ്റെ അമ്മൂമ്മ കോഴിക്കോട് ഇരിക്കുന്ന ആ ഒരു ഗ്രാമീണ പ്രദേശത്തിരിക്കുന്ന എൻ്റെ അമ്മൂമ്മ എങ്ങനെയാണാവോ ഇന്ദിരാഗാന്ധിക്ക് വോട്ട് ചെയ്തത്. കാരണം ആകെയുള്ള ഒരു മുണ്ടും നേരിയതും പഴയ ഒരു തകരപ്പെട്ടിക്കകത്ത് അത് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അത് എടുത്തു നോക്കുമ്പോൾ ആ മുണ്ടും നേരിയതിന്റെ കൂടെ ധരിക്കാനുള്ള ബ്ലൗസ് പകുതിയും പിന്നിയിരിക്കുകയാണ്. പക്ഷേ വോട്ട് ചെയ്യുക എന്നുള്ളത് ദൃഢമായിരിക്കുന്ന ഒരു തീരുമാനം. ഇന്ദിരാഗാന്ധിക്ക് വോട്ട് ചെയ്യുന്നു, ഇന്ദിരാഗാന്ധി എവിടെയോ മത്സരിക്കുന്നു. പക്ഷേ നാട്ടിൽ ആര് മത്സരിക്കുമ്പോഴും അത് കൈപ്പത്തി അടയാളമാണ്, അത് കോൺഗ്രസ് ആണ്, ആ ചെയ്യുന്ന വോട്ട് ഇന്ദിരാഗാന്ധിക്കാണ് എന്ന് അമ്മൂമ്മ പറയുമ്പോൾ ഞാൻ കരുതി. കാരണം അത്രയധികം രാജ്യത്തിനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുകയായിരുന്നില്ല ഞങ്ങളെയൊക്കെ, അത് ജീവിതത്തിലൂടെ കാണിച്ചു തരികയും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് ഒരു വലിയ രീതിയിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് ഏറ്റവും വലിയ ആയുധം അത് സത്യാഗ്രഹവും അഹിംസയുമാണ് എന്ന് കാണിച്ചു തന്ന് പഠനം പൂർത്തിയാക്കി ഇന്ത്യയിലെത്തിയ, പോർബന്തറിൽ ജനിച്ചു വളർന്ന മഹാത്മാഗാന്ധി താൻ വക്കീലായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയല്ല തന്റെ കടമ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ളത് തന്റെ ലക്ഷ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് 2 മുണ്ടെടുത്തുകൊണ്ട് കോൺഗ്രസിനോടൊപ്പം ഇറങ്ങി വന്ന മനുഷ്യൻ. ജാലിയൻവാലാബാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് കൂട്ടക്കൊല നടന്ന സമയങ്ങളിൽ പഠനം കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് എത്തിയ മഹാത്മാഗാന്ധി കാണുന്നത് രക്തം തളം കെട്ടിക്കിടക്കുന്നു. ആ ജാലിയൻവാലാബാഗിലെ അതിനകത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയിരിക്കുന്ന അമ്മ തന്റെ കൈക്കുഞ്ഞിനെയും എടുത്ത് ഉണ്ടായിരുന്ന കിണറിനകത്തേക്ക് ചാടി തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ നോക്കിയത് കണ്ട് ആ ജാലിയൻവാലാബാഗ് സന്ദർശിച്ചപ്പോൾ മഹാത്മാഗാന്ധി തിരിച്ചറിഞ്ഞു,
വക്കീലായി ഉപജീവനം നടത്തി മുന്നോട്ട് പോവുകയല്ല തൻ്റെ ലക്ഷ്യം. തൻ്റെ ലക്ഷ്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം അണിചേരുകയാണ് തൻ്റെ ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞ മഹാത്മാഗാന്ധി ഡൽഹിയിൽ തൻ്റെ ഒരു യോഗം നടക്കുന്നു. സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ബിർള ഹൗസിൽ വെച്ച് നടന്ന യോഗത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനോടൊപ്പം യോഗത്തിലിരുന്ന് സമയം താമസിച്ചു പോയതുകൊണ്ട് താൻ ദൈനംദിനമായി നടത്തിയിരുന്ന സർവമത പ്രാർത്ഥനയിലേക്ക്, തൻ്റെ സർവമത പ്രാർത്ഥനയിൽ എത്ര വിശ്വാസികളുണ്ട് അവരെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് സർവമത പ്രാർത്ഥന നടത്തിയിരുന്ന തൻ്റെ പ്രാർത്ഥനാ ഇരിപ്പിടത്തിലേക്ക് എത്തിപ്പെടാൻ സമയം താമസിച്ചപ്പോൾ പതിവിൽ നടന്നു പോകുന്ന പുൽമൈതാനത്തിന്റെ വശത്തിലൂടെയുള്ള വഴികളിലൂടെ തന്റെ ഇരിപ്പിടത്തിലേക്ക് നടന്നു പോയിരുന്ന മഹാത്മാഗാന്ധി അന്ന് നടന്നുപോയത് ആൾക്കൂട്ടത്തിന് നടുവിലൂടെയാണ്. ആൾക്കൂട്ടത്തിന് നടുവിലൂടെ നടന്നു പോകുമ്പോൾ ആരോ ഒരാൾ എഴുന്നേറ്റു. ആ മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർത്തപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ജീവൻ കൊടുത്ത മഹാത്മാഗാന്ധി അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു. നഷ്ടം വന്ന രാജ്യത്തിനും കോൺഗ്രസിനുമാണ്. അവിടെ കൊണ്ട് തീർന്നില്ല. ആരോടാണ് ഇന്ന് രാഹുൽജി ഉൾപ്പെടുന്ന ആളുകൾ ഏറ്റുമുട്ടുന്നതെന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർത്ത, കോടതി മുറിക്കുള്ളിലേക്ക് സത്യവാചകം ചൊല്ലിയപ്പോൾ പറഞ്ഞു, ഇന്ത്യ എന്നാണോ ഒരു ഹിന്ദു രാജ്യമാകുന്നത് അന്നായിരിക്കണം എന്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ സംഘപരിവാർ ശക്തി രാജ്യം ഹിന്ദു രാജ്യമാക്കണമെന്ന അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മഹാത്മാഗാന്ധി അന്നെടുത്തൊരു നിലപാട് ഇതെല്ലാവരുടെയും രാജ്യമാണ്. ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ ജൈനനെന്നോ പാഴ്സിയെന്നോ സിഖെന്നോ വ്യത്യാസമില്ലാതെ ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ജീവൻ കൊടുത്ത മഹാത്മാവ് അവിടെ കൊണ്ട് തീർന്നില്ല. ഇന്ദിരാഗാന്ധി രാജ്യത്തിന് തന്റെ അച്ഛൻ ജയിലിലേക്ക് വിലങ്ങുവെച്ചത് നോക്കി നിന്നുകൊണ്ട് അച്ഛനും മുത്തച്ഛനും കൂടി ജയിലിലേക്ക് പോകുന്നത് കണ്ടു നിന്ന ഇന്ദു എന്ന് പറയുന്ന ഇന്ദിരാ പ്രിയദർശിനി, നെഹ്റുവിന്റെ മകൾ അല്ലേ, വളർന്നു വരുന്ന സമയത്ത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ കുട്ടികളെ കൂടി കോർത്തിണക്കിക്കൊണ്ട് എങ്ങനെയായിരിക്കണം സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടുവാൻ ഒരു കുഞ്ഞിനെ എങ്ങനെ സാധിക്കുമെന്ന് തെളിയിച്ച ഇന്ദു എന്ന് പറയുന്ന ഇന്ദിരാ പ്രിയദർശിനി പിന്നീട് ലോകം കണ്ടതിൽ വെച്ച് കരുത്തുറ്റ ഭരണാധികാരിയായി മാറിയിരുന്ന ശ്രീമതി ഗാന്ധി, തങ്ങൾക്കൊരു രാജ്യം വേണം, പഞ്ചാബ് എന്ന് പറയുന്ന ഒരു രാജ്യം വേണം. ആരാവശ്യവുമായി ശ്രീമതി ഗാന്ധിയുടെ അരികിലേക്ക് ചെന്ന സിഖ് മതക്കാരോട് പറഞ്ഞു, ഈ രാജ്യം മതേതരത്വത്തിൻ്റെതാണ്, പഞ്ചാബിനെ കീറിമുറിക്കാൻ അനുവദിക്കുകയില്ല, സാധ്യമല്ല. പഞ്ചാബിനെ കീറിമുറിക്കുമ്പോൾ തന്റെ ശരീരം കീറിമുറിക്കുന്ന പോലെ തനിക്ക് വേദനിക്കുമെന്ന് പറഞ്ഞ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഗാന്ധി അരികിലേക്ക് വന്നു. പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ അവരുടെ അരികിലേക്ക് അതിഥികളായി കടന്നു വന്നവരോട് പറഞ്ഞു, പഞ്ചാബിനെ ഇന്ത്യയിൽ നിന്ന് കീറിമുറിച്ച് എന്റെ ശരീരത്തിന്റെ ഒരു കഷണമാക്കി മുറിച്ചു മാറ്റുവാൻ സാധിക്കുകയില്ല എന്ന് കടന്നു വന്നവരോട് സ്വീകരണ മുറിയിൽ ഇരുത്തി പറഞ്ഞു തിരിച്ചുപോയി. പക്ഷേ ഒറീസയിലെ സമ്മേളനത്തിൽ ചെന്നപ്പോൾ അവർ സംസാരിച്ചു. ആൾക്കൂട്ടത്തിൽ എവിടെയോ തന്നെ വധിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ കാത്തിരിപ്പുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി ജനങ്ങൾക്കിടയിലൂടെ ജനസമ്പർക്ക പരിപാടികളിലൂടെ നടന്നുപോയിരുന്ന ഇന്ദിരാഗാന്ധി, ആ ഇന്ദിരാഗാന്ധി ഡൽഹിയിൽ വന്ന് തന്റെ കൊച്ചുമക്കളായിരുന്ന പ്രിയങ്ക ഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും ഒപ്പം പ്രഭാത ഭക്ഷണം കഴിച്ച് തന്റെ വസതിയിൽ നിന്ന് ഓഫീസിലേക്ക് ഒരു പത്രമാധ്യമത്തിന് അഭിമുഖം കൊടുക്കാൻ പോയപ്പോൾ തന്റെ കൂടെ എന്നും നടന്നിരുന്ന അംഗരക്ഷകൻ, എന്നും നിറകുപ്പുകയും പുഞ്ചിരിയിൽ തൂങ്ങിക്കൊണ്ട് തന്റെ കൂടെ നടന്നിരുന്ന അംഗരക്ഷകന് പതിവിൽ നിന്ന് വ്യത്യാസമില്ലാതെ അന്നും ശ്രീമതി ഗാന്ധി നിറകുപ്പുകൈ കൊടുത്ത് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ തന്റെ കൈകളിലുണ്ടായിരുന്ന പിസ്റ്റളിൽ വിരലമർത്തിക്കൊണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർത്തപ്പോഴും ശ്രീമതി ഗാന്ധി എടുത്ത നിലപാട്, എന്റെ ശരീരത്തിലോടുന്ന രക്തം അത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയുമാണ്,
അതിനെ വിട്ടുകൊടുക്കുവാൻ, അതിനെ കീറിമുറിക്കുവാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ ശ്രീമതി ഗാന്ധി ജീവൻ കൊടുത്തു. അതും നഷ്ടം ഇന്ത്യക്കും കോൺഗ്രസിനുമാണ്. അവിടെ കൊണ്ടും തീർന്നില്ല. മാതാവ് മരിച്ച നിമിഷങ്ങൾക്കകം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അർദ്ധരാത്രിയിൽ റേഡിയോയിലൂടെ നിങ്ങളുടെ അച്ഛനും മുത്തച്ഛനും നിങ്ങളും ഉൾക്കൊള്ളുന്ന ആളുകൾ അന്ന് കേട്ടു. അർദ്ധരാത്രിയിൽ നാം ദുഃഖിച്ചിരിക്കേണ്ടതല്ല, ദുഃഖമുണ്ട്, 21ാം നൂറ്റാണ്ടിനെ പടുത്തുയർത്തേണ്ടത് നമ്മുടെ കടമയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പൈലറ്റ് ആകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിൽ ആകാശത്തോളം ഉയർന്നു പറക്കുവാൻ ആഗ്രഹിച്ചിരുന്ന രാജീവ് ഗാന്ധി അമ്മ മരിച്ചതിനെ തുടർന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരത്തിലേക്ക് എത്തി. അദ്ദേഹം കണ്ട സ്വപ്നം, വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം പഠിച്ച പാഠങ്ങൾ, തന്റെ രാജ്യത്തെ വിദ്യാർത്ഥികൾ പഠിക്കണം, ദേശീയ വിദ്യാഭ്യാസ നയത്തിന് നേതൃത്വം കൊടുത്ത രാജീവ് ഗാന്ധി ഒന്നോ രണ്ടോ വ്യക്തികളുടെ കൈകളിൽ ഇരിക്കുന്ന ബാങ്കുകൾ തന്റെ മുത്തശ്ശി ദേശസാൽക്കരിച്ചു കൊടുത്ത ആ ബാങ്കുകളിലൂടെ ഈ രാജ്യത്തിന്റെ IT വിപ്ലവം കൂടി കടന്നു വരണമെന്ന് ആഗ്രഹിച്ച് 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ IT വിപ്ലവം തീർത്ത രാജീവ് ഗാന്ധി ഒരു ഇടക്കാലത്തെ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിന് തമിഴ്നാട്ടിലെ ആർക്കോണത്ത്, ശ്രീപെരുമ്പത്തൂരിലെ ആർക്കോണത്തെ മൈതാനത്തേക്ക് തന്നെ കാത്തിരിക്കുന്ന ജനങ്ങളെ, കോൺഗ്രസ് പ്രവർത്തകരെ കാണുന്നതിന് വേണ്ടി ഡൽഹിയിൽ നിന്ന് പുറപ്പെടാൻ കാത്തിരുന്നപ്പോൾ ഇന്റലിജൻസുകാർ പറഞ്ഞു, അങ്ങേക്ക് അന്തരീക്ഷം അനുകൂലമല്ല, യാത്ര ചെയ്യുവാൻ, ഫ്ലൈറ്റിൽ പോകുവാൻ സാധ്യമല്ല. രാജീവ് ഗാന്ധി പറഞ്ഞു, എനിക്ക് പോയേ പറ്റൂ, എന്നെ കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളെ എനിക്ക് നേരിട്ട് കാണണം. തന്റെ പ്രിയപ്പെട്ട പത്നിയായ സോണിയാഗാന്ധിയോട് പറഞ്ഞു, തന്നെ കാത്തിരിക്കുന്ന അമ്മമാരെ, സഹോദരന്മാരെ തനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ എങ്ങനെയാണ് ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് പറയുക, എനിക്ക് യാത്ര ചെയ്തേ പറ്റൂ. അന്തരീക്ഷം അനുകൂലമായപ്പോൾ ശ്രീപെരുമ്പത്തൂരിലേക്ക്, തമിഴ്നാട്ടിന്റെ ആർക്കോണത്ത് മൈതാനത്തേക്ക് വെടിക്കെട്ടുകളോടുകൂടി, കരഘോഷങ്ങളോടുകൂടി തമിഴ്നാട്ടിലേക്ക് എത്തിച്ചേർന്ന രാജീവ് ഗാന്ധി വിരിച്ചിട്ട കാർപ്പറ്റിലൂടെ മുളകൾ കൊണ്ട് കെട്ടിയ ബാരിക്കേഡിന് ഇരുവശത്തും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആൾക്കൂട്ടത്തിന് നടുവിലൂടെ രാജീവ് ഗാന്ധി നടന്നു വരുന്നു. നീട്ടി ഒന്ന് കൈവീശുമ്പോൾ രാജീവ് ഗാന്ധിയുടെ നീട്ടിപ്പിടിച്ച കൈകളിലെ വിരലിൽ ഒരു സ്പർശനമെങ്കിലും കൊടുക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന മുത്തുമുത്തശ്ശന്മാരും മധ്യവയോജനങ്ങളും കാത്തിരിക്കുന്നു. പറ്റിയാൽ യുവതുർക്കിയായിരുന്ന ആ രാജീവ് ഗാന്ധിക്ക് ഒരു ചുംബനം നൽകുവാൻ സാധിക്കുമെങ്കിൽ അതെങ്കിലും കൊടുക്കണമെന്ന് കാത്തിരുന്ന എത്രയോ അമ്മമാരുടെ മുൻനിരയിലൂടെ രാജീവ് ഗാന്ധി നടന്നു വരുന്നു. പറ്റിയാൽ നീട്ടിപ്പിടിച്ച കൈകളൊന്ന് ചേർത്ത് പിടിച്ച് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നയിക്കുന്ന രാജീവ് ഗാന്ധിയെ കാണുവാൻ ഇരു കരഘോഷങ്ങളോട് കൂടി അങ്ങനെ കാത്തിരിക്കുന്ന സമയം വനിതകൾ ഇരിക്കുന്ന ഇടത്തിൽ നിന്ന് ഒരു പെൺകുട്ടി എഴുന്നേൽക്കുന്ന, ഒരു വെളുത്തു മെലിഞ്ഞ പെൺകുട്ടി, തനു എന്ന് പറയുന്ന പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന തനുവിനോട് വനിതാ പോലീസ് പറഞ്ഞു ഇരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വനിതാ പോലീസ് പറഞ്ഞപ്പോൾ നടന്നു വരുന്ന രാജീവ് ഗാന്ധി ഇത് കണ്ടുവന്നപ്പോൾ വനിതാ പോലീസിനോട് ചോദിച്ചു, എന്താണ് മാഡം? പോലീസ് പറഞ്ഞു, ഇവരുടെ ലിസ്റ്റ് ഹാരമണിയിക്കുന്നവരുടെ കൈകളിൽ ഇല്ല. ചന്ദനമാലയുമായി കാത്തുനിന്ന തനുവിന്റെ പേര് ഹാരമണിയിക്കുന്ന ലിസ്റ്റിലില്ല സാർ എന്ന് പറഞ്ഞപ്പോൾ രാജീവ് ഗാന്ധി അവരോട് പറഞ്ഞു, ഇവരും എന്റെ സഹോദരിയാണ്. തനുവിന്റെ കൈകളിലെ ചന്ദനമാല ഏറ്റുവാങ്ങി തൊട്ടടുത്ത കോൺഗ്രസ് പ്രവർത്തകന്റെ കൈകളിൽ ഊരിക്കൊടുത്ത് തന്റെ മാതാവ് അവസാനത്തെ പുഞ്ചിരിയും നിറകൂപ്പുകയും സ്വന്തം അംഗരക്ഷകന് നൽകിയ പോലെ തനു എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരു മന്ദസ്മിതം തൂകി നിറകൂപ്പുകൈകളോടുകൂടി മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ തനു എന്ന് പറയുന്ന പെൺകുട്ടി കുമ്പിട്ടു. രാജീവ് ഗാന്ധിയുടെ പാദം തൊട്ട് വന്ദിക്കുന്ന വ്യാജേനെ തനു കുമ്പിടുന്ന സമയത്ത് അരയിൽ സൂക്ഷിച്ചിരുന്ന ബെൽറ്റ് ബോംബിനകത്ത് വിരലമർത്തിയപ്പോൾ തനുവിന്റെ നടുഭാഗം ചിന്നിച്ചിതറി വശത്തേക്ക് തെറിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് രാജീവ് ഗാന്ധിയുടെ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിപ്പോയപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഇന്ന് കാണുന്ന, ഇന്ന് ഞാൻ ഉൾക്കൊള്ളുന്ന, നമ്മൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ വളർത്തിയെടുത്ത രാജീവ് ഗാന്ധിയുടെ ശരീരമായിരുന്നു ചിന്നിച്ചിതറിപ്പോയത്. മതേതരത്വം കാത്തു സൂക്ഷിക്കുവാൻ ഇനി ഒരു തീവ്രവാദികൾക്കും ഇന്ത്യയിൽ ഒരു തീവ്രവാദം നടത്തുവാൻ അനുവദിക്കുകയില്ല എന്ന ധീരമായ നിലപാടെടുത്തതിന്റെ പേരിൽ നഷ്ടപ്പെട്ടത് കോൺഗ്രസിനായിരുന്നു നഷ്ടം. അത് ഇന്ത്യയുടെ വലിയ നഷ്ടമായിരുന്നു. ആ കുടുംബത്തിൽ നിന്ന്
സ്വന്തം അച്ഛന്റെ നെറ്റിയിൽ അന്ത്യചുംബനം നൽകുവാൻ സാധിക്കാതെ പോയ, ചിന്നിച്ചിതറി ഒരു തുണിക്കകത്ത് പൊതിഞ്ഞുകൊണ്ടുവന്ന ശരീരത്തിനെ നോക്കി നിന്ന ഒരു മകൻ, അതാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി ഇന്ന് കാണുന്നതും ഇന്ന് നയിക്കുന്നതുമെല്ലാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും മതേതരത്വവും അത് വീണ്ടെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പോകുമ്പോൾ നിങ്ങൾ വിദേശത്തിരുന്നു കൊണ്ട് നൽകുന്ന ഒരു പിന്തുണ, അത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ചെറുതല്ല, അത് വലിയ പിന്തുണയാണ്. ഹൃദയം തുറന്ന നന്ദി കോൺഗ്രസിന് വേണ്ടി, കേരളത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. ആ കോൺഗ്രസിന് ഹൃദയത്തോടു കൂടി ചേർത്ത് നിർത്തുന്ന ആളുകൾ, നിങ്ങളെല്ലാം മനസ്സിൽ, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, നിങ്ങളുടെ ബാല്യകാല സുഹൃത്തുക്കൾ, സ്കൂളുകളിൽ കോളേജുകളിൽ നിങ്ങളോടൊപ്പം പഠിച്ച നിങ്ങളുടെ സൗഹൃദ വലയങ്ങൾ, നിങ്ങൾ ഇന്നും കേരളത്തിലേക്ക് ഒരു സന്ദേശമെങ്കിലും, ഒരു ഫോൺ വഴിയെങ്കിലും, ഒരു കത്തായിട്ടെങ്കിലും, ഒരു ഇമെയിൽ വഴിയാണെങ്കിലും, നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയയിൽ, അതൊരു ഫേസ്ബുക്ക് ആകട്ടെ, ഇൻസ്റ്റഗ്രാം ആകട്ടെ, ട്വിറ്റർ ആകട്ടെ, നിങ്ങൾ എടുക്കുന്ന ഓരോ പിന്തുണയും, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും അത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് എന്നും ആവേശമാണ്. മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്കൊക്കെ തളരാതെ പതരാതെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുവാൻ മഹാത്മാഗാന്ധിയുടെ ജീവൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ, ഇന്ദിരാഗാന്ധിയുടെ ജീവൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ, രാജീവ് ഗാന്ധിയുടെ ജീവൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ, ഒരു കാര്യം ഞാൻ അടിയുറച്ച് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ആ മതേതരത്വം തകർക്കുവാൻ, ഒരു വർഗീയ ശക്തിയുടെയും മുൻപിൽ മുട്ടുകുത്തുവാൻ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ആ മതേതരത്വം കാത്തു സൂക്ഷിക്കുവാൻ, ഇന്ത്യയെ നയിക്കുവാൻ രാഹുൽജിയോടൊപ്പം, മല്ലികാർജുൻ ഖാർഗെയോടൊപ്പം ഞങ്ങൾ തെരുവുകളിൽ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് നൽകുകയാണ്. കാരണം ഇന്ത്യ, ഞാൻ നിങ്ങളെ പഠിച്ച ഇന്ത്യയാണ്. ക്ലാസ് റൂമിൽ ഒരു ബെഞ്ചിൽ ഇരിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്നവന്റെ ജാതി നമ്മൾ ചോദിച്ചിട്ടില്ല, മതം നമ്മൾ ചോദിച്ചിട്ടില്ല. അവന് വിശപ്പുണ്ട് എങ്കിൽ തന്റെ കയ്യിൽ കൊണ്ടുവരുന്ന ചൊറ്റുപാത്രത്തിൽ നിന്ന് ഒരു പിടി ചോറെങ്കിലും അവന് കൊടുക്കുന്നതാണ് യഥാർത്ഥ മതേതരത്വം എന്ന് നമ്മളെ പഠിപ്പിച്ച ഇന്ത്യ രാജ്യത്തിന്റെ ആ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുവാൻ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയും നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് എന്നും ഉണ്ടായിരിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നൽകിയിരിക്കുന്ന സ്വീകരണത്തിന് ഹൃദയം തുറന്ന നന്ദി ഞാൻ അറിയിക്കുകയാണ്. രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാറാം ഈശ്വര तेरो नाम सबको सन्मति दे भगवान। रघुपति राघव राजा राम पतित पावन सीताराम सारे जहां से अच्छा हिंदो सिंगा हमारा हमारा सारे जहां से अच्छा हम बुलबुले हैं इसकी ये गुलसिता हमारा हमारा सारे जहां से अच्छा हिंदो सिंगा हमारा हमारा सारे जहां से अच्छा पर्वत वो सबसे ऊंचा हम छाया आसमान का पर्वत वो सबसे ऊंचा हम छाया आसमान का वो सौंदर्य हमारा वो पासवा हमारा हमारा सारे जहां से अच्छा हिंदो सिंगा हमारा हमारा सारे जहां से अच्छा सारे जहां से अच्छा അതാണ് നമ്മുടെ ഇന്ത്യ. केरला बहुत सुंदर है ठंडी ठंडी हवा चली केरल के खाबों में रुक जाओ परदेसी आज मेरे खाबों में
आज मेरे ख्वाब में खिला दो सुंदर है भाई सुरमई अखियों में नन्हा मुन्ना एक सपना दे जा रे सुरमई अखियों में नन्हा मुन्ना एक सपना दे जा रे निंदिया के उड़ते पाखी रे अखियों में आजा साथी रे रारी रारो ओ रारी रो रारी रारो ओ रारी रो कन्ने कलिमाने कन्नी मैलन कन्ने गुणगाने कन्ने कलिमाने कन्नी मैलन कन्ने गुणगाने अम्मे पागलोने यान पाकिरे आंडवने इदे नान केल्किरे रारी रारो ओ रारी रो रारी रारो ओ रारी रो रारी रारो ओ रारी रो ले ഇതാണോ ഇന്ത്യ ഡിഫറെന്റ് ലാംഗ്വേജ് ആണ് വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രധാരണമാണ് ഭക്ഷണ രീതിയാണ് പ്രാർത്ഥനയിൽ വ്യത്യാസമുണ്ട് അല്ലേ സ്നേഹസ്വരൂപനാഥ നീയല്ലാതാരാണാലംബം പാപങ്ങൾ